Hello everyone, welcome to Mehar'skitchen. ഇന്ന് നമുക്ക് ചിക്കൻ കപ്സ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല ടേസ്റ്റി, ശരിക്കും ഹോട്ടലിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിക്കുന്ന പോലത്തെ ഒരു റെസിപ്പിയാണ്. ഫുൾ പ്രൂഫ് റെസിപ്പിയാണ്. അപ്പോൾ അമ്മേൻ്റെ ഇതിൻ്റെ റെസിപ്പി ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇങ്ങനത്തെ 2 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് സെല്ല റൈസാണ്, ഗോൾഡൻ കളർ സെല്ല റൈസാണ്. ഈ സെല്ല റൈസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് 2 മണിക്കൂർ മുമ്പ് നല്ല തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. നോർമൽ റൈസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, നോർമൽ ബാസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുതിർത്ത് വെക്കണ ആവശ്യമില്ല. 2 മണിക്കൂർ 1 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി. നല്ല തിളച്ച വെള്ളത്തിൽ വേണം സെല്ല റൈസ് കുതിർത്ത് വെക്കാൻ. പിന്നെ ആവശ്യമുള്ളത് ചിക്കനാണ്. 450 ഗ്രാം ചിക്കനാണിത്. ഇവിടെ തൈസ് പീസും ലെഗ് പീസും മാത്രമേ ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് പീസും യൂസ് ചെയ്യാം. ഒരു വലിയ സൈസ് സവാള സ്ലൈസ് ചെയ്തെടുക്കണം. 3-4 പച്ചമുളക്, പിന്നെ 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 8-10 ഏലക്ക, 8-10 ഗ്രാമ്പൂ, 2-3 കഷ്ണം പട്ട, 10 കുരുമുളക്, പിന്നെ ഒരു നാരങ്ങ. ഇത് ഉണക്കിയ നാരങ്ങയാണ്, ഡ്രൈ ലെമൺ. പിന്നെ ആവശ്യമുള്ളത് 2 മാഗി ക്യൂബാണ്, ഇങ്ങനത്തെ 2 എണ്ണം. 1 ടീസ്പൂൺ നിറച്ച് ജീരകപ്പൊടി, 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ആവശ്യമുള്ളത് ജാതിക്കയാണ്. ഇത് പൊടിച്ചെടുക്കണം. എന്നിട്ടിത് 1/4 ടീസ്പൂൺ ആവശ്യമുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. 2 കപ്പ് റൈസിന് 4 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ നോർമൽ ബാസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 3.5 കപ്പ് വെള്ളം മതിയാവും. ഇത് സെല്ല ബാസ്മതി റൈസാണ്, അപ്പോൾ ഇതിലേക്ക് 4 കപ്പ് വെള്ളം വേണം. പിന്നെ ആവശ്യമുള്ളത് 2 തക്കാളിയാണ്, 2 വലിയ തക്കാളി. ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് അരച്ചെടുക്കണം, നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് തക്കാളി പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കപ്സിൻ്റെ കൂടെ കിട്ടുന്ന സോസ് ഉണ്ടാക്കാം. ഇതിലേക്ക് 3 തക്കാളിയാണ് യൂസ് ചെയ്യുന്നത്. നല്ല തക്കാളി നോക്കിയെടുക്കണം. ഇത് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം, അരച്ചെടുക്കണ്ട. പിന്നെ ആവശ്യമുള്ളത് 2 ടേബിൾ സ്പൂൺ മല്ലിയിലയാണ്, 1/2 സവാള, 2 വെളുത്തുള്ളി, 1 ടീസ്പൂൺ നിറച്ച് കശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വിനെഗർ. മിക്സർ ജാറിലേക്ക് മല്ലിയിലയും വെളുത്തുള്ളിയും സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കാൻ പാടില്ല, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കാണണം സോസിലേക്ക്. ഇനി തക്കാളി ഒരു ഗ്രേറ്റർ എടുത്തിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇത് മിക്സിയിലിട്ട് അരക്കാൻ പാടില്ല. അങ്ങനെ തക്കാളി എല്ലാം ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. തൊലി യൂസ് ചെയ്തിട്ടില്ല, തൊലി ഇതിലേക്ക് ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ സവാളയും ഇതൊക്കെ അരച്ച് വെച്ചത് ഇതാ കണ്ടോ, ഇത് നൈസായിട്ട് അരച്ചിട്ടില്ല. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തക്കാളി ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് പുളിക്കനുസരിച്ചിട്ട് വിനെഗർ ഇട്ട് കൊടുക്കാം. ഈ ടീസ്പൂണിൻ്റെ 4 ടീസ്പൂണാണ് ഞങ്ങൾ വിനെഗർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് നല്ലോണം ചെക്ക് ചെയ്തിട്ട് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ട് ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇത് കപ്സക്കുള്ള സോസാണ്. ഇനി കപ്സ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് പാത്രം എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് ഗരം മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. ഒരു 1 മിനിറ്റിന് ശേഷം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ ഇതോടൊപ്പം തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. തീ മീഡിയമിലായിരിക്കണം. ഇനി സവാള ഒരു ട്രാൻസ്ലൂസൻ്റ് ആവണ വരെ വഴറ്റിയെടുക്കണം. സവാള നല്ല സോഫ്റ്റും ട്രാൻസ്ലൂസൻറ്റും ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. മീഡിയം തീയിൽ തന്നെ ഇത് വഴറ്റിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി ചേർക്കുമ്പോൾ ഗ്യാസിൻ്റെ തീ ലോ ആക്കണം, നന്നായിട്ട് ലോ ആക്കണം, അല്ലെങ്കിൽ ഇത് കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞാൽ ഇതിലേക്ക് തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. തക്കാളി പേസ്റ്റ് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം.
മീഡിയം ഫ്ലെയിം ആക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. അത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റോളം ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. തീ മീഡിയം തന്നെ ആയിരിക്കണം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇതോടൊപ്പം തന്നെ ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കാം. മാഗി ചിക്കൻ ക്യൂബ്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് യോജിച്ചെടുക്കണം. മസാലയൊക്കെ ചിക്കനിലെല്ലാം നന്നായിട്ട് പിടിക്കണം. ഒരു 4-5 മിനിറ്റിന് ശേഷം ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ചിക്കൻ്റെ കളർ ഇതാ വെള്ള കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഉപ്പ് കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇടണം. നേരത്തെ പുലാവൊക്കെ ഉണ്ടാക്കിയ പോലെ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 4 കപ്പ് വെള്ളമാണിത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ചെക്ക് ചെയ്യണം. ഉപ്പ് കുറച്ച് കൂടുതലാണ് ആവശ്യമുള്ളത്. അല്ലെങ്കിൽ ഇറച്ചിയിലും റൈസിലൊക്കെ ഉപ്പ് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ ഉപ്പ് കുറവായി തോന്നും. അപ്പോൾ നോർമലിൽ നമ്മൾ എങ്ങനെയാണ് ഉപ്പ് ഇടുന്നത് അതിനേക്കാളും കുറച്ച് കൂടുതലാണ് ഉപ്പ് ആവശ്യമുള്ളത്. ഇനി ഇത് മൂടി വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവണ വരെ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തീ ലോ ആക്കിയിട്ട് ഇതിന്ന് ചിക്കൻ പീസുകളെല്ലാം എടുത്തു മാറ്റാം. ചിക്കൻ പീസുകളെല്ലാം മാറ്റിയതിന് ശേഷം ആ വെള്ളത്തിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി തീ മീഡിയമിൽ തന്നെ ആയിരിക്കണം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് വലിയണ വരെ ഇത് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കണം. അപ്പോൾ വെള്ളമൊക്കെ ഇതാ വലിഞ്ഞിട്ടുണ്ടാവും. ഇനി മുകളിൽ കണ്ടോ ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ട്. ഇങ്ങനെ ഈ ബബിൾസ് വന്ന ഈ സ്റ്റേജിൽ നമുക്ക് ഗ്യാസിൻ്റെ തീ നന്നായിട്ട് ലോ ആക്കിയെടുക്കാം. എന്നിട്ട് ഇതൊരു 15 മിനിറ്റോളം ദമ്മിന് വേവിച്ചെടുക്കാം. കപ്സ റൈസ് ദമ്മാണ് വരെ നമുക്ക് ചിക്കൻ ശരിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. തീ ലോ ആക്കിയെടുക്കണം. ഇതോടൊപ്പം തന്നെ 1-1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല ഒന്നും കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. തീ ലോലായിരിക്കണം. എന്നിട്ട് മസാല ഒക്കെ നന്നായിട്ട് വേവണ വരെ ഇത് വഴറ്റിയെടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എണ്ണയൊക്കെ പുറത്ത് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മസാല എല്ലാം ഇതിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഒരു സൈഡിൽ നന്നായിട്ട് തേച്ച് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡിലും മസാല തേച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ റെഡിയാണ്. ഇത് കണ്ടോ 2 ഭാഗം പൊരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി റൈസ് ശരിയായി കഴിഞ്ഞാൽ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ആഹാ കണ്ടോ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. കാണാനും അടിപൊളിയാണ്. ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട. ശരിക്കും ഒറിജിനൽ കപ്സിൻ്റെ ടേസ്റ്റാണ് ഇതിന്. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കണ പോലത്തെ കപ്സാണ്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിൽ ആ ചിക്കൻ വെച്ചിട്ട് പിന്നെ സോസൊക്കെ ഒഴിച്ചിട്ട് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ്. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.